ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡാലിയ ചെടിയാണ്. എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ അതിൽ ഞാൻ അധികം വെക്കാത്തൊരു ചെടിയാണ് ഈ ഡാലിയ എന്ന് പറയുന്നത്. കാര്യം ഇതിൻ്റെ പരിചരണം നമുക്ക് അത്രത്തോളം അതിനെക്കുറിച്ച് അറിയത്തില്ല. കൂടുതലും തണുപ്പ് സ്ഥലങ്ങളിലൊക്കെയാണ് ഇതുണ്ടാകുന്നതാണ് നമ്മുടെ ഒരു വിചാരം. അങ്ങനെയിരിക്കെ ഇത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട്. അവരാണ് പറഞ്ഞത് ഇതിൻ്റെ തണ്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കൾ തരുമെന്ന്. അതനുസരിച്ച് ഞാനൊരു തണ്ട് കൊണ്ടുവന്ന് ഒരു ദിവസത്തേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ചരിച്ച് ഇങ്ങനെ സാധാ മണ്ണി നടാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ വളർന്നു. പിന്നെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടത് ഈ രണ്ട് പൂക്കളും ഒരേ ചെടിയിൽ തന്നെ ഉണ്ടായതാണ്. ആദ്യം ഉണ്ടായ നല്ല റെഡ് കളറിലാണ് ഉണ്ടായത്. അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും റെഡ് കളർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്ത് ഇരിക്കുന്ന ഭാഗത്ത് വെയിൽ കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി പോർച്ചിൻ്റെ ഭാഗത്തേക്ക് അത്യാവശ്യം വെയിലൊക്കെ കിട്ടത്തക്ക വിധത്തിലുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ പൂവിന് ഇങ്ങനെ ഒരു വേരിയേഷൻ പോലെ ഒരു മഞ്ഞ ഒരു വേരിയേഷൻ പോലെ വന്നത്. എന്തായാലും ശരി തന്നെ അത് കൊണ്ടുവന്ന അന്ന് മുതൽ ഏകദേശം ചെടി തണ്ട് നട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലവർ തന്നു തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസമായി അതുവരെ ഇങ്ങനെ ഫ്ലവർ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓരോ പൂവ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ പൂവിൽ നിന്ന് തന്നെ വിത്തുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ അങ്ങനെ നോക്കിയില്ല. പൂവ് കഴിയുമ്പോഴത്തേക്കും ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് പുതിയ ശാഖകളൊക്കെ വന്നിട്ട് അതിലും പിന്നെയും മുട്ടുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇത്രയും എളുപ്പമാണെന്നുള്ള കാര്യം എനിക്ക് പുതിയൊരു അറിവ് തന്നെയായിരുന്നു ഇത്. പിന്നെ ഇത് നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയിൽ അത്യാവശ്യം ഹൈറ്റ് വെക്കുന്നതാണ്. ഇതിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടി നിൽക്കും. പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെയാണ്. അതൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യമേ ഞാൻ വാങ്ങിച്ചു വെച്ച ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ആ ഒരു ഫ്ലവറിങ് സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനിങ്ങനെ കിഴങ്ങുകളൊന്നും ഉണ്ടാകാറില്ല. ഈ ചെടിക്കും അതിന് കിഴങ്ങുകൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി തന്നെ ഞാൻ എൻ്റെ തണ്ട് മാറ്റി വെച്ചിട്ട് 1-2 സ്ഥലത്തുകൂടെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കളർ ചേഞ്ച് വരുന്നത് തന്നെ എനിക്ക് പുതിയൊരു അതിശയം. ഒരേ ചെടിയിൽ തന്നെ ഇങ്ങനെ 2 തരത്തിലുള്ള പൂക്കളുണ്ടാകുന്നത് തന്നെ വളരെ അതിശയമാണ്. പിന്നെ ഇതിന് പിന്നെ പറയുന്നത് അധികം ജൈവവളം ഒക്കെ കൊടുക്കാവൂ. കൂടുതലും രാസവളമൊന്നും കൂടുതലും കൊടുക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ തന്നെ രാസവളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെടിയൊക്കെ നട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആണ് നല്ലത്. തുടക്കക്കാർക്കൊക്കെ ജൈവവളം കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം വെയിലും വേണം, എന്നാൽ കൂടുതൽ അങ്ങ് തണലും ആകുകയും ചെയ്യരുത്. ആ രീതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് പൂക്കൾ തരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.